ഞാൻ എന്നുള്ള നമ്മുടെ ട്രോണ്ടത്തുള്ള മാതാമലയാണ്. കുറെ നാളായി റൈഡൊക്കെ പോയിട്ട് അന്ന് നമ്മളിങ്ങനെ ചുമ്മാ റൈഡ് അടിക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ആരും ഇവിടെ ഇല്ല, എല്ലാവരും ബിസി. അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മളൊരു ഫാമിലി ആയിട്ട് അങ്ങ് ഒരു ട്രിപ്പ് പോവാന്ന്. അങ്ങനെ നമ്മളെ ബൈക്ക് എടുത്ത് പിക്കപ്പിൽ കയറ്റി നമ്മളെ ഫാമിലി ആയിട്ട് ഒരു ഓഫ് റോഡ് അടിക്കാൻ പോവുകയാണ്. ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, അത്യാവശ്യം മഴക്കോളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി. ഞാൻ അവിടെ ചെന്നിട്ട് വേണം മാതാമലയിലോട്ട് പോവാൻ. മാതാമലയിലോട്ട് പോകാനല്ല, മാതാമലയിൽ ചെന്ന് വണ്ടി അൺലോഡ് ചെയ്യണം. പിന്നെ നമ്മളൊരു പെറ്റുണ്ട്, നമ്മളൊരു ഹസ്ക ഡോഗ്. പുള്ളിക്കാരി ബാക്കിൽ കിടക്കുകയാണ്. പുള്ളിക്കാരനെ കൂടെ ഈ ഇറങ്ങണം. എന്തൊരാണെന്ന് അറിഞ്ഞൂടാ. നേരത്തെ ഓക്കെ ആയിരുന്നു. ഓ, അത് നമ്മളെ കുക്കുവിന്റെ ഹക്കയാണ്, എന്റെ മോന്റെ ഹക്കയാണ്. ബാക്കി നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മള് വഴിയൊക്കെ തെറ്റി സെറ്റായിട്ട് ഞങ്ങള് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാതാമല. എന്തായാലും വഴി കുറച്ചു നേരം തെറ്റി 2 മണിക്ക് എത്താനുള്ളത് ഏതാണ്ട് 2:30 മണിയായിട്ടുണ്ട്. ഇനി ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം നമുക്ക്. മിക്കവാറും നമ്മള് ബൈക്ക് കൊണ്ട് കയറില്ല, നടന്ന് കയറുന്നതാണ് ഉചിതമാണ്. കാര്യം ബൈക്ക് കൊണ്ട് കയറിനെക്കാട്ടി എളുപ്പം നടന്ന് കയറിയ വെള്ളത്ത്. അതുകൊണ്ട് നടന്ന് കയറാൻ പറ്റുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇതുവഴി വേണം മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, നമ്മളിന്ന് മാതാമലയിലാണ് പോടാ. നമ്മൾ അക്കനെയും കൂട്ടിയാണ് നമ്മള് മാതാമലയിൽ പോകുന്നത്. നമ്മൾ ഹസ്ക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുള്ളിയുടെയും ഹസ്കിയുടെയും ക്രോസ് ആണ്. അതുകൊണ്ടാണ് പിന്നെ ഹസ്ക എന്ന് പേരിട്ടത്. ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് എവിടെയും കൊണ്ട് നമ്മള് പുറത്തോട്ട് ഇറങ്ങണം. ഇതുവരെ വീട്ടിന് പുറം കണ്ടില്ല. അതിന്റെ ഒരു ആക്റ്റീവ് പാടുണ്ട്. മിഷൻ ഇമ്പോസിബിൾ. ഞാൻ പോയിട്ട് തിരിച്ചു വരാം, നിങ്ങളെ കൊണ്ടുപോവാം. ചെറിയൊരു പണി വീണ്ടും കിട്ടിയിരിക്കുന്നത്. നമ്മളെ ത്രോട്ട് കേബിള് കംപ്ലൈന്റ് ആണെന്നാണ് തോന്നുന്നത്. പോയി ഇപ്പൊ കുഴി പോയേനെ. ഇപ്പൊ ചപ്പാണ് കുഴി കടന്നു. അങ്ങനെ ഗായ്സ് നമ്മള് ഹസ്കേനെയും കൂട്ടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹസ്കയുള്ളതുകൊണ്ട് വലിഞ്ഞേറി പോണുണ്ട്. അയ്യോ, കുക്കുക്കുട്ടൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു നടക്കുന്നത്. അതുകൊണ്ട് കുക്കുക്കുട്ടൻ ഇങ്ങനെയൊക്കെയാണ് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഹസ്കയാണെങ്കിൽ എങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞങ്ങളെ കൊണ്ടുവന്നത് നടത്തിക്കാനും ആ മനുഷ്യന് വണ്ടി ഓട്ടിച്ച് കയറാനും. മര്യാദയ്ക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഇരിക്കൂലായിരുന്നോ?
ഇതുവഴി ഇനി വാ. അങ്ങനെ ഗൈസ് കുക്കു ഹാസ്ക ഇരിക്കണേൻ്റെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് നടന്നു പോകണം. ഈ നടന്നു കയറിയ ഞാൻ ആരായി? എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊന്നും അറിഞ്ഞൂടാ. തുടങ്ങി. എൻ്റെ ഗൈസ് കല്ലാണോ വരുന്നത് മണ്ണാണോ വരുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. കയറി വന്നാൽ ആക്കാതെ കുറച്ച് കുറയും. അങ്ങനെ നമ്മള് ഗിയറിൽ ലിവർ ഒടിഞ്ഞിരിക്കുകയാണ് ആദ്യം. കയറിയിട്ടൊരു 15 മിനിറ്റ് പോലും ആയിട്ടില്ല. തുടക്കമേ ഇങ്ങനെ. അയ്യോ ഇനി എന്താണ് ഉദ്ദേശം? ഇനി എന്താണ് ഉദ്ദേശം? കൈ മുറിഞ്ഞു. കൈ മുറിഞ്ഞായ എവിടാ? ഇല്ല മുറിഞ്ഞില്ല. ഇനി ഫ്രണ്ട് ഡിസ്കില്ലാതെ ഒരു കളിയും നടക്കൂല. എന്നാലും നോക്കാം. നമ്മൾ താഴെ വെച്ച് കണ്ട ആളാണോ എന്ന് സംശയം. എന്ത് പറ്റി ഇവിടെ നിൽക്കുന്നേ? ആരാ? ഫ്രണ്ട് ഡിസ്ക് ലിവർ ഒടിഞ്ഞു. അതുകൊണ്ട് ബാക്കിലോട്ട് പോകുമ്പോൾ ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. സന്തോഷം. ഡിസ്ക് ലിവർ മക്കളത് കാണിച്ചു തന്നെ. മോളി കയറുന്നാടാ ഫ്രണ്ട് നാടാ. അപ്പോ ഇതുവഴിയാണ് കയറി പോകാനായിട്ടുള്ളത്. കാണും കണക്കല്ല. ഇത് ചക്കായി പോയാ വണ്ടിയും കൊണ്ട് പോണ ആക്കി ഞങ്ങൾ നടന്നു പറഞ്ഞ ആൾക്കാർ കൂട്ടിയിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇട്, കയറൂല. അത് ഇറങ്ങാ തള്ളുക. കേട്ടിരിക്കുകയാണ്. വണ്ടി ഇരുന്ന് ഓട്ടിക്കാനല്ല നടന്ന് ഓട്ടിക്കാന്നുള്ളതാണ് ഈ കാണുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് കയറ്റിയതെല്ലാം ഒറ്റ സ്റ്റെപ്പിന് കയറി അങ്ങ് പോവും. അപ്പയും മോനും കൂടെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പോവുകയാണ്.
ബാ. ഇവിടെ കണ്ടല്ലേ ജയേഷ് അവരെ വീണതല്ലേ? ജയേഷ് ഇവിടെ കണ്ടല്ലേ വീണത്? വഴി പോക്കാനിട്ട് പോവേ ഇല്ല, നമ്മളെ വിട്ട് പോവാൻ സമ്മതിക്കേ ഇല്ല. ഞങ്ങൾക്കാണ് എന്നിട്ട് ഉരുണ്ട കല്ല് ഞങ്ങളെ നെഞ്ചത്തിരിക്കാൻ. പയ്യ പയ്യ പോ, ഹസ്ക പോ. സോ ഗൈസ്, നമ്മൾ മേളിലെത്തിയിരിക്കുകയാണ് മാതാമലയുടെ. എങ്ങനെയുണ്ട് അനുഭവം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നടന്നിട്ടുള്ളത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഇതാണ് മാതാമലയുടെ ടോപ്പ്. ഇനി നമുക്ക് കുറച്ചുകൂടെ കയറാറുണ്ട്. അവിടെ ഒരു മലയുണ്ട്, അതിൻ്റെ മേളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് തമിഴ്നാട് ഇതുമെല്ലാം കാണുന്നത്. തമിഴ്നാട് ബോർഡർ എന്തോ ആണ്. നമ്മൾ സിമ്മിൻ്റെ റേഞ്ചൊക്കെ മാറും, തമിഴ്നാടിൻ്റെ മെസ്സേജൊക്കെ വരും. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണം. അനു വരുന്നില്ലെന്നാണ് പറയുന്നത്, കാല് വയ്യ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പിടിച്ചോണ്ട് പോകാൻ നോക്കാം. അവൻ പിടിച്ച് ഞാൻ വീണു. ദാ പോണവൻ എന്നെ കയറ്റാൻ വേണ്ടി നിൽക്കുന്ന ആളെ നോക്കിയോ. ഇച്ചായ മക്കള് പയ്യെ ഇറങ്ങി പോണേ. അങ്ങനെ ഗായ്സ് നമ്മൾ മാതാമല എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും മുകളിലത്തെ ഒറ്റ മുകളിൽ എത്തിയിരിക്കുകയാണ്. നേരെ കാണുന്നത് എന്തോന്നത്? കൂനിച്ചിമല. അപ്പുറത്ത് കാണാൻ പറ്റുമോ എന്തോ ആ ബ്ലൂ ഒരു ഇതിൽ ഇങ്ങനെ കുരിശ് വെച്ചിട്ടുണ്ട്. അത് കുരിശുമലയാണ്. ഇതെന്തൊക്കെയൊക്കെയോ മലയെന്നൊക്കെ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അറിയാമെന്നുള്ളവരൊക്കെ പറഞ്ഞോളൂ എന്തൊക്കെയാണെന്നത്. ഇത് നെയ്യാർഡാമാണെന്ന് തോന്നുന്നു. നെയ്യാർഡാമിൻ്റെ സൈഡ് എന്തോ ആണെന്ന് തോന്നുന്നു. ആ മനുഷ്യൻ നടന്നു അങ്ങ് അറ്റം പോയി. സത്യമായിട്ടും ഇത് കാണാൻ
എന്തോ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ സണ്ണിൻ്റെ ലൈറ്റ് അടിക്കുന്ന ഒരു ഫീല് ഇല്ലേ. ബാക്കി എല്ലായിടവും ഇരുട്ട്, കുറച്ചൊരു സ്ഥലത്ത് മാത്രം വെട്ടം അടിക്കുന്നതാണ്. അത് ഇതിൽ കിട്ടുമോ ഫോട്ടോയിൽ? അങ്ങനെ നമ്മളെ ഈ മാതാമല ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഈ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും ഇത്രയും സൺലൈറ്റ് കുറവും ഒക്കെ. ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇവിടെ. സൂപ്പർ. എല്ലാവരും വന്ന് കണ്ടിട്ട് പോകണം. ഞങ്ങളെ മാതാമല ട്രിപ്പ് കഴിഞ്ഞു. 7:30 നമ്മൾ ഇങ്ങ് താഴെ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ ഒടിഞ്ഞുകൊണ്ട് നമുക്ക് പയ്യെ ഇറങ്ങാൻ പറ്റുള്ളൂ. പോരാത്തിന് മോന് നടക്കാൻ വയ്യാന്ന് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് 7:30 ഇപ്പോൾ വണ്ടി കയറ്റി 7 മണിക്ക് ഞങ്ങൾ താഴെ എത്തി. പിന്നെ വണ്ടിയിലെല്ലാം കൂടെ കയറ്റി വെച്ച് പിന്നെ തിരിച്ചിങ്ങ് വീട്ടിലോട്ടാണ്. അപ്പം ഇനി അടുത്തൊരു വ്ളോഗ് നമുക്ക് കാണാം. കാര്യം ഇനി ഒന്നിനും വയ്യ, ഡെഡായി തിരിച്ചിറങ്ങിയതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. സോ ഗൈസ്, സീ നെക്സ്റ്റ് വ്ളോഗ്.